വലിയ സന്തോഷമാണ്. കാരണം വലിയ ഒരു ശ്രമം, മലയാളികളുടെ മുഴുവൻ വലിയ ശ്രമമാണ് ഇപ്പോൾ പരിസമാപ്തിയിൽ. ബാക്കി വീട്ടുന്നു പ്രമോട്ട ബാക്കി വീട്ടുന്നു. എയർപോർട്ടില് റഹീം ഇറങ്ങിയത് കണ്ടോ? ഉമ്മയ്ക്ക് സന്തോഷമാണ്. പെരുന്നാൾ സമ്മാനം കുറെ കേരള സ്റ്റോറി എന്നും പറഞ്ഞിട്ട് ഈ ഇടയ്ക്ക് കുറെ മൂവിയൊക്കെ ഇറങ്ങിയായിരുന്നല്ലോ, കേരള സ്റ്റോറി 1, 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതും ഒരു റിയൽ ഒരു കേരള സ്റ്റോറിയാണ്. എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് കഥകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരള സ്റ്റോറിക്ക് ഒരു എൻഡില്ലെന്ന് വേണമെങ്കിൽ പറയാം. 2024 ഞാൻ ഡിസംബറിലാണ് ഈ പറയുന്ന അബ്ദുൾ റഹീമിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്കിൽ 1-2 വട്ടം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കഥ പല രീതിയിൽ ആൾക്കാർ വളച്ച് ഒടിച്ച് മറിച്ച് തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് അദ്ദേഹം വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തേക്ക്. ഇന്നറിയാം, ഇന്നത്തെ ദിവസങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടേണ്ട ഒരു ദിവസം. ഏറ്റവും കൂടുതൽ എന്താ പറയണ്ടേ, എനിക്ക് പോലും വാക്കുകളില്ല. കാരണം എന്ന് വെച്ചാൽ 2005 പുള്ളി ഡ്രൈവറായിട്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരു 15 വയസ്സുകാരൻ്റെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അത് പിന്നെ 2026 അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിട്ട് 2021 വിധി വന്ന അദ്ദേഹത്തിനെ മരണം ശിക്ഷ വധിക്കണമെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. 2024 പിന്നെ അവരെന്തെടുത്ത് സുപ്രീം കോർട്ടും പിന്നെ അവിടെ വേറൊരു റൂളർ കോർട്ടോ അങ്ങനെ ഒരു കോർട്ടും കൂടെ ഉണ്ട്, രാജാക്കന്മാരുടെ ഇതാന്ന് തോന്നുന്നു. അവിടെ ഒരു തീർപ്പും കാര്യങ്ങളൊക്കെ ആ ഫാമിലി ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. എമൗണ്ട് 34 കോടി രൂപയോളം. അത് അവസാനം മലയാളികൾ എല്ലാവരും കൂടെ ചേർത്ത് ആ 34 കോടി രൂപ കൊടുത്തു. ഇതിനാദ്യം കൈയടിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കളിയാക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, മറ്റാരല്ല, ബോബി ചെമ്മണ്ണൂറിൻ്റെ കാര്യം തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അണി റോസിന്റെ വിഷയം വന്നപ്പോൾ കണ്ട് 1-2 വീഡിയോ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇന്ന് റഹീം ഇവിടെ നിൽക്കണമെങ്കിൽ അത് ബോബി ചെമ്മണ്ണൂർ തന്നെ. അദ്ദേഹം കിടന്ന് ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ കിടന്ന് എല്ലാവരും ട്രോൾ ചെയ്തിട്ടുള്ളതാണ് പല ആൾക്കാർ. ഞാൻ പോലും പല കാര്യത്തിൽ നിന്ന് ചിരിച്ചിട്ടുണ്ട് ഈ ഡാൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ തന്നെ. പക്ഷേ റിയൽ ഹീറോ എന്ന് പറയാമല്ലോ, പുള്ളിക്കാരൻ തന്നെയാണ്. പിന്നെ ബോച്ച ടീ ഇറങ്ങിയായിരുന്നല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും കാര്യങ്ങളും എല്ലാം ഇദ്ദേഹത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോൾ പിന്നെ എന്താ പറയണ്ടേ, ഈ അബ്ദുൾ റഹീമിൻ്റെ ഒരു മൂവി തന്നെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൂവിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് ഈ പറയുന്ന കൂട്ട് ചാരിറ്റി ചെയ്യാനൊക്കെ ആയിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരിക്കുകയൊക്കെ ചെയ്തത്. 2 വർഷം മുമ്പ് ഉള്ള ഒരു സംഭവമാണ്. സംവിധാനം നമ്മുടെ ആടുജീവിതത്തിൻ്റെ ഡയറക്ടർ ഉണ്ടല്ലോ, ബസ്സി അല്ലേ, അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഥയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തതാണ്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയാം. സൗദി അറേബ്യയിലെ 15 മില്യൺ എന്ന് പറയുമ്പോൾ 34 കോടിയോളം രൂപ ബ്ലഡ് മണി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ ആ 15 വയസ്സുകാരൻ കാറിൻ്റെ പുറയിലായിരിക്കും വേണ്ടി ചെയ്തത്. അതിന് ആക്സിഡൻറ്റ് പറ്റി, കുറച്ച് തളർച്ചയൊക്കെ ഉള്ളൊരു പയ്യനായിരുന്നു അത്. അപ്പോൾ അവരുടെ വീട്ടുകാരാണ് 2024 ഇങ്ങനെ ഒരു കാര്യം പറയുകയും ചെയ്തത്. അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇത്രയും രൂപ അങ്ങനെ എന്തോ ഒരു ഇതൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, ഞാൻ അതിലോട്ട് ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്ന് നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് വീഡിയോസുകൾ കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ മലയാളികളോടും നന്ദി മാത്രം. സത്യം പറയാലോ, ഗൾഫിൽ കൂടുതലും മലയാളികളാണ്. മലയാളികളുടെ പവർ എന്താണ് ഈ ഒരു വിഷയം, അവിടെ നിന്ന് തന്നെ എത്ര ആൾക്കാർ തന്നെ സംഘടനക്കാരും അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഒരു മലയാളിക്ക് വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് 34 കോടി രൂപ. അതിൻ്റെ ഇടയ്ക്ക് ചില അവന്മാരുണ്ട് കമൻ്റ് ഇട്ട് തെറി വിളിക്കുക, തോന്നിവാസം പറയുക, അയ്യോ ഇവിടെ ഒരു കുറ്റകൃത്യം ചെയ്ത് ഒരുത്തിനെ ഇറക്കാൻ ഇവിടുത്തെ മലയാളിക്ക് എന്തിരിതാണ്, അങ്ങനെ കുറേ ആൾക്കാർ സംസാരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഇന്ന് നിങ്ങൾ കണ്ടോണം, അബ്ദുൾ റഹീം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചില ശശികലയെ പോലുള്ളവന്മാരൊക്കെ ചാടി ഇറങ്ങി ഇനി എന്തൊക്കെയാണ് പോസ്റ്റ് ഇടുന്നതെന്ന് കണ്ടറിയാം. ഓക്കെ, അതിലോട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇന്ന് അങ്ങനെ വല്ലതും സംഭവിക്കുവാണെങ്കിൽ കത്തിക്കും. ഇവരെ പോലുള്ള ഇതുപോലെ വർക്ക് ചെയ്ത് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ കണ്ടോണം, ഓരോ പോസ്റ്റും കാര്യങ്ങളായിട്ട് അങ്ങ് ഇറങ്ങും. ഓക്കെ, എന്തായാലും നമുക്ക് ബോബി ചെമ്മണ്ണൂറിൻ്റെ ഒരു വീഡിയോ വെക്കാം. നമ്മുടെ ജ്വല്ലറിയില് ഒരു ജോലി കൊടുക്കണമെന്നുണ്ട്. ആൾക്ക് താല്പര്യമാണെങ്കിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അത്രയും കല്യാണം കഴിച്ചില്ല ഒരു കല്യാണം കഴിപ്പിക്കണമെന്നുണ്ട്. 20 വർഷം അകത്ത് കിടന്നല്ലേ, ഇനി പുറത്ത് ഇങ്ങേർക്ക് ഒരു കുത്തി സംസാരമുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, ഇനി സന്തോഷിക്കട്ടെ.
നമ്മൾ കണ്ടതാണ്. പുള്ളി ഭയങ്കര ഹാപ്പി കേട്ടോ, ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം ഇതാവാനാ ചാൻസ്. കാരണം ഇത്രയും വർഷത്തെ കാത്തിരിപ്പല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പൊളിറ്റിക്സ് വിഷയങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ നൈസായിട്ട് അങ്ങ് പോകും. ഇന്ന് കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനേ, കാരണം ഇത് അതുപോലെ മലയാളികൾ ഇതിനു വേണ്ടി അതും വാച്ച് അത് എത്ര ഇതായിട്ട് ഹാൻഡിൽ ചെയ്യുന്നറിയാവോ. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു തമിഴന്മാരുടെ, അതിനകത്തൊക്കെ നമ്മുടെ മലയാളികളെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്കൊരു രോമാഞ്ചം വരും. പക്ഷേ സത്യം ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം ഇന്നത്തെ ദിവസം. ഇപ്പോൾ ഇതാ 2 പതിറ്റാണ്ടിന് ശേഷം അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു. സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് എത്താൻ പോകുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് സ്വാഭാവികമായും എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. എല്ലാവരെയും കൈവീശി കാണിച്ചൊക്കെ അദ്ദേഹം ഇതാ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തേക്ക് നടക്കുകയാണ്. ദീപ്തി കൃഷ്ണ അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. ദീപ്തി, ഏറെ സന്തോഷകരമാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അത്രമാത്രം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു വരവായിരുന്നു. ആ വരവ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങളിലേക്ക് പോകാം. വലിയ സന്തോഷമാണ്. കാരണം വലിയ ഒരു ശ്രമം, മലയാളികളുടെ മുഴുവൻ വലിയ ശ്രമമാണ് ഇപ്പോൾ പരിസമാപ്തി. ഇതല്ല, ഇതിനകത്ത് ഉമ്മയുടെ സന്തോഷം ഒന്ന് കാണുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഉമ്മ ഗൾഫിൽ പോയായിരുന്നു, പുള്ളി കാണാൻ കൂട്ടാക്കിയില്ലായിരുന്നു. ആ ഉമ്മയ്ക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കുറേ കഥകളുണ്ടായിരുന്നു, ഒരുപാട് കഥകളുണ്ടായിരുന്നു. റഹീം ഒന്നിനും സഹകരിക്കുന്നില്ല. റഹീം പിന്നെ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ അങ്ങനെയൊക്കെ പറ്റുമൊക്കെ ചെയ്യില്ല, ഫോണിൽ കൂടെ സംസാരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഉമ്മയെ വഴക്ക് പറഞ്ഞെന്ന് പറയുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു 2024 ആ പഴയ വീഡിയോസൊക്കെ ഞാൻ ഇരുന്ന് തപ്പിയിരുന്ന് നോക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പറയാനും. അതിലോട്ടൊന്നും ഇപ്പോൾ വരുന്നില്ല. നമുക്കിതൊക്കെ സന്തോഷത്തിൻ്റെയാണ്. ഉമ്മയുടെ സംസാരമല്ല, പുള്ളിയുടെ ആ ഒരു, നമ്മൾ ചില സിനിമയിലൊക്കെ കാണത്തില്ലേ, ഈ സന്തോഷം അടക്കി പിടിച്ചിട്ട് ഒരു നിപ്പുണ്ടല്ലോ, അതുപോലെ നിൽക്കുക. ഒരു മിനിറ്റ്. അബ്ദുൾ റഹീം എത്രയോ കാലത്തിന് ശേഷം ഇതാ വീട്ടിലേക്ക് എത്തുന്നു. ആ സന്തോഷം ചെറുതല്ല. കണ്ടോ എയർപോർട്ടിലെ റഹീം ഇറങ്ങിയത്? അമ്മയുടെ ചിരി കണ്ടാ? അയ്യോ സെറ്റ്. ഉമ്മയ്ക്ക് സന്തോഷമാണ്. പെരുന്നാൾ സമ്മാനം റഹീം അങ്ങനെ എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി, നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണ് എയർപോർട്ടിൽ നിന്ന് റഹീം പുറത്തേക്ക് ഇറങ്ങിയത്. ആ ദൃശ്യം കണ്ടിരുന്നു ഉമ്മ? കാത്തിരിക്കുകയാണ്. എന്താ ആദ്യം കാണുമ്പോ പറയാ? ഉമ്മയ്ക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല, കാത്തിരിപ്പിലാണ്. പഴയ വീട്ടിൽ ഇവിടെ നിന്നും ആണ് മകനെ അന്ന് യാത്രയാക്കിയത്. അവിടെ ഉമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ് മകന് വേണ്ടിയിട്ട്. ഒന്നും സംസാരിക്കാനില്ല ഉമ്മയ്ക്ക്, കാരണം അത്രത്തോളം സന്തോഷം. ഒരുപാട് അനുഭവിച്ചപ്പോൾ ഒരുപാട് ഇടയ്ക്ക് എന്താ പറയണ്ടേ, കുറേ ആൾക്കാർ പറഞ്ഞു അവൻ്റെ ഉമ്മയെ പോലും കാണാൻ കൂട്ടാക്കിയില്ലെന്നുള്ള രീതിയിലാണ്. അപ്പം പുള്ളിക്കാരൻ വിളിച്ച് ഫ്രണ്ട്സിനോട് പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, അവിടെ ജയിലിൽ സംസാരിക്കാമല്ലോ, എന്നെ കണ്ടു കഴിഞ്ഞ് ഉമ്മ പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അമ്മയ്ക്ക് വല്ല വയ്യാഴി വല്ല വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് 2024 ഡിസംബർ സമയത്താണ് ഈ ഒരു നമ്മൾ സംസാരിച്ചത്. പിന്നെ അതിനുശേഷം ഒരു വിധിയും കൂടെ വന്നു. 1.5 വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ടും വിടുമെന്നുള്ള, അത് ഇന്നത്തെ ദിവസമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ബോച്ചയ്ക്ക് കൈയടി കൊടുത്തേ പറ്റൂ. അന്നത്തെ ഒരു ഒരുപാട് വീഡിയോസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചുതരാം. സൗദി ജയിലിൽ കഴിയുന്ന നിരപരാധിയായ അബ്ദുൾ റഹീം, അദ്ദേഹത്തെ ഈ 16-ാം തീയതിയാണ് തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുള്ളത്. അതിന്റെ മോചനദ്രവ്യത്തിനായി 34 കോടി രൂപ വേണം. അതിലേക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റും മറ്റ് സംഘടനകളും മനുഷ്യസ്നേഹികളെല്ലാം ചേർന്ന് 18 കോടി രൂപ പിരിച്ചു കഴിഞ്ഞു. ഇനിയും 16 കോടി രൂപയോളം വേണം.
നമ്മുടെ മുമ്പിൽ ഇനി 5 ദിവസമേ ഉള്ളൂ, ചുരുങ്ങിയ സമയമുള്ളൂ. ഇന്നിപ്പോ നോക്കുമ്പോ ഇത്തിരി സ്ലോ ആണ്. ഇന്നലെ വരെ നല്ല സ്പീഡായിരുന്നു. ഓക്കെ, എന്തെങ്കിലും എന്താ പറയണ്ടേ, പൈസയും കാര്യങ്ങളൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ അറിയാലോ ഡൗൺ ആവുമെന്ന്. ആ സമയത്ത് പുള്ളിക്കാരൻ കൊടുത്തൊരു പ്രസ് മീറ്റ് ആയിരുന്നു. പക്ഷെ പുള്ളി സ്റ്റോപ്പ് ചെയ്തില്ല. പല ആൾക്കാർക്കും തുടക്കത്തിൽ ഊർജ്ജം കാണും, പിന്നെ അങ്ങ് ഇട്ടിട്ട് പോകില്ല. പക്ഷെ പുള്ളി ആദ്യം മുതൽ അവസാനം വരെ ഇതിനു വേണ്ടി പോരാടി എന്താ പറയണ്ടേ, അന്ന് ഈ പറയുന്ന പോച്ച വാഴ്ത്തിപ്പാടി എല്ലാവരും. പിന്നെ ഒരു ചെറിയൊരു വിഷയം വന്നപ്പോഴത്തേക്ക് ആ പഴയതൊന്നും ഓർത്തില്ല, എല്ലാവരും അടിച്ച് മലത്തി താഴെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞാനും 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹണി റോസ് കേസ് കേട്ടില്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് ഇയാളെ കുറിച്ചൊന്ന് പറഞ്ഞു പോയായിരുന്നു. ഇച്ചിരി ഓവർ ആവുന്നുണ്ടെന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇന്നിപ്പോൾ എൻ്റെ വായി കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിച്ചു. ഇത് കൈയടിക്കേണ്ട ഒരു കേസ് കേട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ കൈയടി ബോച്ചൊക്കെ ഉള്ളത് തന്നെ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ആർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റാതിരിക്കട്ടെ.